സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ ജയിൽ മോചിതനായാണ് കോൺഗ്രസിലേക്ക് പോയത്. നമ്മൾ ആശയപരമായാണ് സന്ദീപ് വാര്യറുമായി വലിയ രീതിയിൽ എന്താ പറയുക സന്ദീപ് വാര്യർക്കെതിരെ നടത്തിയത്. സന്ദീപ് വാര്യർ എന്ന വ്യക്തിയോടുള്ള നമ്മുടെ ഒരു അകൽച്ചയല്ല, അദ്ദേഹം പറഞ്ഞിരുന്ന ആശയങ്ങളെ പെട്ടെന്ന് തള്ളിപ്പറഞ്ഞപ്പോൾ ഉണ്ടാകുന്ന നമ്മുടെയൊക്കെ എന്തിനാണ് ഒരു എത്തിക്സ് ഇല്ലായ്മ അദ്ദേഹത്തിനുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മളെയൊക്കെ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളെയും വിമർശിക്കാനിടയാക്കിയത്. പക്ഷേ നമ്മളൊന്നും വിചാരിക്കുന്നതിലപ്പുറമാണ് ബി.ജെ.പിയിൽ നടക്കുന്നത് എന്നുള്ള സത്യം പുറത്തു വരുമ്പോൾ സന്ദീപ് വാര്യർ ചെയ്തതാണ് ശരി, അദ്ദേഹം പറഞ്ഞതിലൊരു തെറ്റുമില്ല എന്ന് തുറന്നു പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഈ സന്ദീപ് വാര്യരുടെ വിഷയം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ എടുത്ത നിലപാട്, ഒരു രാഷ്ട്രീയത്തിൽ കടന്നു വരുന്ന ഒരാൾ എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനായി മാറുകയും അതിൻ്റെ ധാർമ്മികതയുടെ കാവൽക്കാരനായി തീരുകയും ചെയ്യുക എന്ന ഒരു കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ദിവസം നേരം പുലർന്നപ്പോൾ സന്ദീപ് വാര്യർ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് കടന്നുപോയതിനെ അല്ലെങ്കിൽ കയറി ചെന്നതിനെ നമ്മൾ വിമർശിക്കാനിടയായി. കാരണം ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് നടമാടിയിരുന്ന ആയാറാം ഗയാറാം എന്ന് പറയുന്ന രാഷ്ട്രീയ പകർച്ചയാണ്. ആ രാഷ്ട്രീയ പകർച്ച നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇന്ന് കോൺഗ്രസ്സിൽ നിൽക്കുന്നു, നാളെ വേറെ പാർട്ടിയിൽ പോകുന്നു, പിന്നെ വീണ്ടും കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരുന്നു, പിന്നെ വീണ്ടും വേറെ പാർട്ടിയിലേക്ക് പോകുന്നു. അങ്ങനത്തെ സമീപനമാണ് ആയാറാം ഗയാറാം എന്ന് പറയുന്നതായിട്ടുള്ള പ്രതിഭാസ രൂപീകരണത്തിന് കാരണമായിത്തീരുന്നത്. അതിന് സമാനമായ മാറ്റമാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചത് എന്നും അതിൻ്റെ നായകനായി സന്ദീപ് വാര്യർ മാറി എന്നുള്ള രീതിയിലാണ് സന്ദീപ് വാര്യർക്കെതിരെ നമ്മൾ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. എല്ലാവരും അങ്ങനെ നടത്തിയിട്ടുള്ളത്. അവിടെ സന്ദീപ് വാര്യർ എന്നുള്ള വ്യക്തി പ്രസക്തമല്ല. അവിടെ ഇങ്ങനെ മാറുന്ന ഒരു രാഷ്ട്രീയ എന്ന രീതിയിലായിരുന്നു. അത് ശരിയല്ല എന്ന് നമ്മൾ പറയുകയും ഒരു ദിവസം ഇതുവരെ ഞാൻ വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ വെറുപ്പ് നിർമ്മാണശാലയിലെ വിതരണക്കാരനായിരുന്നു എന്നും നാളെ മുതൽ സ്നേഹക്കടയിലെ കച്ചവടക്കാരനായി മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അംഗീകരിക്കാനായിട്ട് പറ്റുമായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മളങ്ങനെ എതിർത്തിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് അദ്ദേഹത്തിൻ്റെ ഹൃദയം തുറന്ന് അദ്ദേഹത്തിൻ്റെ സംഭാഷണം ഈ അടുത്ത ദിവസങ്ങളുണ്ടായി. അപ്പോൾ അതിലദ്ദേഹം വ്യക്തമാക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ബി.ജെ.പി, അതൊരു ജയിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അവിടെ നിന്ന് പുറത്ത് ചാടിയപ്പോൾ ജയിൽ മുക്തനായ ഫീലാണ് എനിക്കുള്ളത് എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. എനിക്ക് കോൺഗ്രസ്സിൽ എന്ത് സ്ഥാനം കിട്ടുന്നു എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ സ്ഥാനത്തിന് വേണ്ടിയിട്ട് ചാടിയ ഒരാളല്ല എന്നാണ് അദ്ദേഹം സുഹൃത്തുക്കളോട് പറഞ്ഞത്. മനസ്സമാധാനത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിട്ട് പറ്റുമോ എന്നുള്ള ഒരു അന്വേഷണം കുറേ കാലമായിട്ട് എനിക്കുണ്ടായിരുന്നു. അതിനിപ്പോൾ പറ്റും എന്നെനിക്ക് മനസ്സിലായി. അതാണ് എൻ്റെ കോൺഗ്രസ്സിലുള്ള സ്ഥാനത്തിൻ്റെ സന്തോഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നതായിട്ടുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം കിട്ടുമോ ഇല്ലെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പകരം വളരെ സ്വസ്ഥതയോടുകൂടി ശാന്തതയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നു. ബി.ജെ.പി നിങ്ങളാരും വിചാരിക്കുന്ന പോലെ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ നിരവധി ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മാത്രമാണ് മുന്നോട്ട് നീങ്ങാനായിട്ട് കഴിയുള്ളൂ. ഗ്രൂപ്പിൽ നിന്ന് മാറി എന്തെങ്കിലും സത്യസന്ധമായി രാഷ്ട്രീയം പറഞ്ഞാൽ തന്നെ നമ്മളുടെ പണി തീർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗ്രൂപ്പാണ് സംരക്ഷണം, ഗ്രൂപ്പ് എന്ത് പറയുന്നു അതൊക്കെ പറയണം. അങ്ങനെ ഗ്രൂപ്പിൻ്റെ അടിമയായി നിന്നാൽ മാത്രമാണ് മുന്നോട്ട് ചലിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എല്ലാവരും കൂടി വെട്ടിപ്പുറത്താക്കും. സാധാരണ രീതിയിൽ ബി.ജെ.പി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഏറ്റവും കഴിവുള്ള ഒരു പ്രവർത്തകൻ, ആ കഴിവുള്ള പ്രവർത്തകൻ്റെ മുകളിൽ അതിനേക്കാളൊക്കെ വളരെ കഴിവുറഞ്ഞ ഒരുത്തിനെ കൊണ്ടുവരുത്തും. എന്നിട്ട് അവനെക്കൊണ്ട് ഈ കഴിവുള്ളവനെ തൊഴിക്കും. അത് സഹിക്കാനായിട്ട് ആത്മാഭിമാനമുള്ളൊരു മനുഷ്യൻ സാധ്യമല്ല. അതാണ് സന്ദീപ് വാര്യർ ചെയ്തതെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. എനിക്ക് ആത്മാഭിമാനമുണ്ട്, ഞാൻ സന്ദീപ് വാര്യരാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാർട്ടി പ്രവർത്തകനാവുന്നുള്ളൂ, അല്ലെങ്കിൽ RSSകാരനാവുന്നുള്ളൂ, അല്ലെങ്കിൽ ബി.ജെ.പിക്കാരനാവുന്നുള്ളൂ. ഇതെൻ്റെ വ്യക്തിത്വത്തെ, എൻ്റെ ഐഡൻറ്റിറ്റിയെ അടിച്ച് പരത്തി നശിപ്പിച്ച് കളഞ്ഞിട്ട് എന്നെ RSSകാരനാക്കാനും ബി.ജെ.പിക്കാരനാക്കാനുമായിട്ട് എന്നേക്കാൾ കഴിവുകെട്ട ഒരുത്തൻ ശ്രമിക്കുമ്പോൾ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് ഞാൻ ചാടി. അതാണ് എനിക്ക് ജയിലിൽ നിന്നുള്ള ഒരു മോചനമായിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ ഫീൽ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ ഗൗരവമുള്ളൊരു
പ്രശ്നമാണ് ശരിക്കും. പക്ഷേ ബി ജെ പി അങ്ങനെയാണെങ്കിൽ ബി ജെ പി രക്ഷപ്പെടുമെന്ന് എനിക്കറിയില്ല. ഈ സന്ദീപ് വാര്യരെ പോലെ കുറച്ച് മികച്ച പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പക്ഷം പിടിക്കാതെ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന കുറേ നല്ല പ്രവർത്തകരുണ്ടായിരുന്നു. അവർ തന്നെയാണ് ബി ജെ പിയുടെ നാളത്തെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ ബി ജെ പിയുടെ മുന്നോട്ടുള്ള വിജയത്തിനുമൊക്കെ കാരണമാകുന്നവർ എന്ന് കുറേ അണികൾ വിശ്വസിച്ചിരുന്നു. അതിൻ്റെ ഒരു വിഷമം കൂടി കൊണ്ടാണ് പലരും സന്ദീപ് വാര്യർക്കെതിരെ സംസാരിച്ചു തുടങ്ങിയത് പോലും. ആ സന്ദീപ് വാര്യർ പോയതിൻ്റെ സങ്കടമല്ല, ഞങ്ങളുടെ പാർട്ടി തകർന്നു പോകുമോ എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് പലരും സന്ദീപ് വാര്യർക്കെതിരെ വിമർശനങ്ങളും പല കാര്യങ്ങളുമൊക്കെ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. പക്ഷേ ഇത്തരത്തിൽ കഴിവുള്ളവരെ പുറത്താക്കിക്കൊണ്ട് ഈ പാർട്ടി എന്ത് നേടാനാണ് പോകുന്നത്? സന്ദീപ് വാര്യർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗൗരവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഗൗരവമായ രാഷ്ട്രീയ പ്രവർത്തനം ബി ജെ പി പലപ്പോഴും ചെയ്യാറില്ല എന്നാദ്യം. അതിന് പകരമായിട്ട് ബി ജെ പി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന വർഗീയത വളർത്തുക എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അത് അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്. എതിരാളികളും പറയുന്നൊരു കാര്യമാണ്. ബി ജെ പി വർഗീയതയെ വളർത്തി എന്നുവെച്ചാൽ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് പകരമായിട്ട് വർഗീയ ധ്രുവീകരണം വളർത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് ബി ജെ പി പുലർത്തിപ്പരുന്നത്. കേരളത്തിൽ അതിനുള്ള സാധ്യത എന്താണ്? കേരളത്തിൽ അതിനുള്ള സാധ്യത ആണ് ഒരു പക്ഷത്ത് മുസ്ലിങ്ങളെ നിർത്തുക, അപരവൽക്കരണമാണത്. രണ്ടാമത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടി നിർത്തുക എന്നുവെച്ചാൽ ഈ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ അടുപ്പിക്കുകയും എന്നിട്ട് അതിൽ ക്രിസ്ത്യാനികൾക്കൊപ്പം നിന്ന് ക്രിസ്ത്യാനികളെ കൂടെ കൂട്ടുകയും ചെയ്യുന്ന ഒരു സമീപനം. അതിനോടൊപ്പം തന്നെ ഹിന്ദുക്കളുടെ വലിയ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ച് അവരെയും ക്രിസ്ത്യൻ വോട്ടും കൂടി ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ കേരളത്തിൽ വിജയം നേടാം എന്നുള്ള ഒരു സ്ട്രാറ്റജിക് പോളിസിയാണ് കേരളത്തിലെ ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ അത് ഇലക്ഷനിൽ വിജയത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. ഇലക്ഷൻ വിജയിക്കുക എന്നതിനപ്പുറമായിട്ട് യാതൊന്നും അവരതിനകത്ത് ഉദ്ദേശിക്കുന്നില്ല. അത് ബി ജെ പി എന്ന് പറയുന്ന മെഷീൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആ പ്രോസസ്സാണ്. പക്ഷേ അതിൻ്റെ അകത്ത് വ്യക്തികൾക്കും മനുഷ്യർക്കൊന്നും പ്രസക്തിയില്ല. സന്ദീപ് വാര്യരുടെ കൂടെ നിന്നിരുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ വ്യക്തികളാണ്. അവരെ ആത്മാർത്ഥമായിട്ട് ആ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരാണ്. അപ്പോഴാണ് സന്ദീപ് വാര്യർ ഇങ്ങനെ ചാടിയപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. കൂടെ നിൽക്കുന്ന ഒരുത്തൻ അധികാരത്തിന് വേണ്ടി ചാടിപ്പോകുന്നു എന്ന നിലക്ക് തന്നെയാണ് അവരെല്ലാം എന്ത് ചെയ്യുന്നത്, സന്ദീപിനെ ആക്രമിച്ചത്. സ്വാഭാവികം അവരങ്ങനെ ആക്രമിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതങ്ങനെയാണ്. കാരണം ഇതൊരു കൂട്ടായ്മയുടെയും ആത്മാർത്ഥമായിട്ടുള്ള കൂടെ നിൽക്കലിൻ്റെയും പ്രശ്നമാണ്. അപ്പോൾ കൂടെ നിൽക്കുന്നവൻ തങ്ങളെ വഞ്ചിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ എതിർക്കും. അതാണ് ആ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ അതിൻ്റെ പ്രതലങ്ങളിൽ സൂപ്പർഫിഷ്യലായിട്ട് നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ അടിത്തട്ടിലുള്ള വിഷയമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. അത് ഗൗരവമായിട്ട് തന്നെ കണക്കിലാക്കപ്പെടേണ്ടതും അതേപോലെ തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. അങ്ങനെ ചർച്ച ചെയ്താൽ മാത്രമാണ് ആ ഒരു പാർട്ടി എന്ന് പറയുന്നത് കുറച്ചും കൂടി കറക്റ്റീവായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വരികയുള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ സാധാരണ രീതിയിൽ വിമർശിക്കുന്നത് അതൊരു കറക്റ്റീവ് സിസ്റ്റമായിട്ട് മാറിത്തീരുക എന്ന ലക്ഷ്യത്തോടുകൂടെ. ഞാൻ CPM-നെ വളരെ ശക്തമായിട്ട് വിമർശിക്കാറ്. ആ വിമർശനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് CPM ഒരു സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നുള്ള ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് CPM തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സമൂഹത്തിനോട് പറയുന്നതാണ്. ഞങ്ങളൊരു ഇടതുപക്ഷ രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങളെ സമീപിക്കണം എന്നുള്ള. അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവരെ ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്ത് ചെയ്യും, അതിനെതിർക്കും. അതുപോലെ ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം BJP നിലവിലുള്ള BJPയുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വർഗീയത കേന്ദ്രീകരിച്ച് മാത്രമാണ് എങ്കിൽ നമ്മളതിനെ എതിർക്കേണ്ട കാര്യമില്ല. അത് വർഗീയ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ പക്ഷേ നമ്മൾ വർഗീയതയായിരിക്കും എതിർക്കുന്നത്, BJP ആയിരിക്കില്ല എതിർക്കുന്നത്. മനസ്സിലായി? അപ്പം ഇപ്പോൾ BJPയുടെ പോളിസി അതാണ് എന്ന് പറയുന്നത്. അപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് BJP പ്രാവർത്തികമാകണമെങ്കിൽ അതൊരു പ്രാവർത്തികതയുടെ പ്രശ്നമാണ്. നിങ്ങളൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് ക്ലച്ച് പിടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായി മാറണം. അങ്ങനെയായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അത് പരിഹരിക്കാനുമായിട്ടുള്ള പദ്ധതികളുണ്ടാവണം. അതല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ അവിടെ അത്തരം പ്രവർത്തനങ്ങളിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു പാർട്ടിയായി BJP മാറിയെന്നും അതിന് ഏക ശ്രദ്ധ എന്ന് പറയുന്നത് വർഗീയ വളർത്തലാണ് എന്നും അത് വളർത്തുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിക്കകത്ത് പല ഗ്രൂപ്പുകളായിട്ട് നിന്ന് ആളുകൾ യുദ്ധം ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തില്ലെങ്കിൽ പരിക്ക് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ.
അപ്പോൾ പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഒതുങ്ങുമ്പോൾ വല്ലാത്ത ശ്വാസം മുട്ടൽ അനുഭവപ്പെടും. അതുകൊണ്ടാണ് ജയിൽ സമാനമായ ഒരു രീതിയാണ് ഈ പാർട്ടിക്കകത്ത് എന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്ത് അവിടെ നിന്ന് പുറത്തു ചാടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ജയിൽ മോചിതനായിട്ടുള്ള ഒരു മനുഷ്യൻ്റേതാണ് എന്ന് അദ്ദേഹം സുഹൃത്തുക്കളോട് പറയുകയാണ് ചെയ്യുന്നത്. അതാണ് പ്രശ്നം. അപ്പോൾ ഇത് എത്രമാത്രം ഗൗരവമുള്ളതാണ് എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടണം. പരിശോധിക്കുന്ന ആരെ പരിശോധിക്കേണ്ടത്? അത് BJP തന്നെയാണ് പരിശോധിക്കേണ്ടത്. ഇപ്പോൾ സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരാൾ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കലഹിച്ച് പോയാൽ രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന സമീപനം എന്താണ്? അവൻ പോകട്ടെ എന്നാണ്. അവൻ പോയാൽ ഈ പ്രസ്ഥാനത്തിന് ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. CPMൻ്റെ നിലപാട് അത് തന്നെയാണ്. കോൺഗ്രസിൻ്റെ നിലപാട് അത് തന്നെയാണെങ്കിലും കോൺഗ്രസ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പോയവനെ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? എടുത്ത് മടിയിൽ വെക്കും. അത് കോൺഗ്രസിൻ്റെ രീതിയാണ്. CPMൽ അങ്ങനെയാണ്. CPM എന്നൊരാൾ കലഹിച്ച് പോയി കഴിഞ്ഞാൽ അവനെ ശരിപ്പെടുത്തി കളയും CPM. ഇപ്പോൾ ചിലപ്പോൾ കൊന്നു തന്നെ കളയും. എന്നുള്ള TP ചന്ദ്രശേഖരനൊക്കെ സംഭവിച്ചു. അങ്ങനത്തെ സമീപനമാണ് അവർ. BJPയിലും RSSലും സാധാരണ രീതിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അവർ പലരും എന്നോടൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ പാർട്ടിക്ക് തെറ്റുപറ്റി എന്ന് തോന്നിയ ഒരാൾ ആ കാര്യങ്ങൾ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചാൽ അദ്ദേഹത്തെ കൊന്നൊന്നും കളയില്ല, പുറത്തുവാക്കില്ല. പക്ഷേ പിന്നീട് ഒരു മീറ്റിങ്ങിന് പോലും അയാളെ വിളിക്കില്ല. അങ്ങനെ അയാൾ അവഗണിക്കപ്പെട്ട് സ്വയം പുറത്തു പോയിക്കൊള്ളും. അത്തരത്തിലുള്ള രീതി ഓരോരുത്തർക്കും ഒരു രീതിയുണ്ട്. അപ്പോൾ BJPയുടെ രീതി അതാണ്, അല്ലെ RSSൻ്റെ രീതി അതാണ് എന്ന് അതിൽ വളരെ എനിക്ക് അടുത്ത് പരിചയമുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യം. സന്ദീപ് വാര്യർ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള വേറെ അഭിപ്രായം പറയുന്നു. നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ പ്രസ്ഥാനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രസ്ഥാനങ്ങളുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ പൊയ്ക്കൊള്ളോട്ടെ, പ്രസ്ഥാനം മുന്നോട്ട് തന്നെ പോകും. ഇവനൊക്കെ ആരാണ് എന്നാണ് എല്ലാവരോടും ചോദിക്കുന്നത്. അത് ഒരു പ്രസ്ഥാനവും ചോദിക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ഓരോ മനുഷ്യനും ഓരോ പ്രസ്ഥാനം വളർത്തുന്നതിലും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അതിയായിട്ടുള്ള പങ്കുണ്ട് എന്നുള്ള പ്രസ്ഥാനം തിരിച്ചറിയേണ്ടത്. കാരണം ഈ ആളുകൾ കൂടി ചേരുമ്പോഴാണ് പ്രസ്ഥാനം ഉണ്ടാകുന്നത്. അതല്ലാണ്ട് വെറുതെ ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നില്ല. ഓരോ നീർച്ചാലും ഒഴുകി വലിയ അരുവിയും പിന്നെ അത് വലിയ പുഴയും ഒക്കെ മാറുന്നത് പോലെയാണ് ആൾക്കൂട്ടങ്ങളിങ്ങനെ ഓരോ വ്യക്തികളിങ്ങനെ വന്നു ചേർന്ന് അത് വലിയ ഒരു മഹാപ്രസ്ഥാനമായിട്ട് മാറത്തില്ല. അത് നേതൃത്വം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം പഠിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ കാണുകയും സംസാരിക്കുകയും അവരുടെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള സമീപനമാണ്. അതല്ലാതെ ഒരുത്തൻ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ അവൻ്റെ കാലുവെട്ടലല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്.